Good morning all. Welcome to yet another session of the chapter Electrochemistry. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ വിൽ ബി ഡീലിംഗ് വിത്ത് കമേഴ്ഷ്യൽ ആയിട്ടുള്ള ബാറ്ററീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വി ഷാൽ കൺസിഡർ വാട്ട് ദ ടേം ബാറ്ററി മീൻസ്. അപ്പോൾ സാധാരണ നമ്മൾ ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സിംഗിൾ സെല്ലിനെയൊക്കെ നമ്മൾ ബാറ്ററി എന്ന് പറയാറുണ്ട്. പക്ഷേ ആക്ച്വൽ സെൻസിൽ ബാറ്ററി എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലല്ല. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 or more cells കണക്റ്റഡ് ഇൻ സീരീസ്. രണ്ടോ അതിലധികമോ സെല്ലുകളെ നമ്മളൊരു സീരീസിൽ കണക്ട് ചെയ്തിട്ടുള്ള കോമ്പിനേഷനെയാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കമേഴ്ഷ്യൽ പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്ന ബാറ്ററികൾക്ക് 3 ക്വാളിഫിക്കേഷൻസ് വേണം. ഒന്നാമത്തെ കാര്യം അത് ലൈറ്റ് ആയിരിക്കണം. ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബി ലൈറ്റ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാരം കുറവായിരിക്കണം. രണ്ടാമത്തെ കാര്യം ഇറ്റ് ഷുഡ് ബി കോമ്പാക്ട്. കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കണം. ആൻഡ് മൂന്നാമത്തെ കാര്യം ദ വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവാൻ പാടില്ല. വോൾട്ടേജ് വേരിയേഷൻ അതിന് ഉണ്ടാവാൻ പാടില്ല. ഇറ്റ്സ് വോൾട്ടേജ് ഷുഡ് നോട്ട് വേരിഡ് കൺസിഡറബിളി ഡ്യൂറിങ് ഇറ്റ്സ് യൂസ്. അതിൻ്റെ വോൾട്ടേജ് വേരിയേഷൻ കൺസിഡറബിൾ ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. കാരണം അത് ഉപയോഗിക്കുന്ന സമയത്ത് വോൾട്ടേജിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള സെല്ലുകളെയാണ് അങ്ങനെയുള്ള ബാറ്ററീസിനെയാണ് നമ്മൾ കമേഴ്ഷ്യൽ പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാറ്ററീസിന് വേണ്ടിയിട്ടുള്ള ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നത് ലൈറ്റ് ആയിരിക്കണം, രണ്ടാമത്തേത് കോമ്പാക്റ്റ് ആയിരിക്കണം, അതിൻ്റെ മൂന്നാമത്തെ കാര്യം കൺസിഡറബിൾ ആയിട്ടുള്ള വോൾട്ടേജ് വേരിയേഷൻസ് ഒന്നും തന്നെ അതിനുണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ബാറ്ററികളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് പ്രൈമറി ബാറ്ററീസ് ആണ്. The first one is primary batteries and the second one is secondary batteries. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് കമേഴ്ഷ്യൽ ബാറ്ററീസ് ആണ് നമുക്കുള്ളത്. ഒന്ന് പ്രൈമറി ബാറ്ററീസും രണ്ടാമത്തത് സെക്കൻഡറി ബാറ്ററീസ്. നമ്മളിപ്പോൾ ബാറ്ററി എന്ന് പറയുമെങ്കിലും കോമൺ ടെർമിനോളജിയിൽ നമ്മളെപ്പോഴും സെൽ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ സോ വി ഹാവ് 2 types of commercial batteries. One is the primary battery and the second one is a secondary battery. നമുക്ക് ഈ പ്രൈമറി ബാറ്ററിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ദ റിഡോക്സ് റിയാക്ഷൻ ഒക്കേഴ്സ് ഓൺലി വൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിഡോക്സ് റിയാക്ഷൻ ഇതിനകത്ത് ഒരിക്കൽ മാത്രമേ നടക്കുള്ളൂ. ഈ റിഡോക്സ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ the cell becomes dead. Once the reaction is over, the cell becomes dead. അപ്പോൾ പ്രൈമറി സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് റിഡോക്സ് റിയാക്ഷൻ ഒരിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. ആ റിഡോക്സ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ the cell becomes dead. അപ്പോൾ അതാണ് ആഫ്റ്റർ പീരിയഡ് ഓഫ് ടൈം നമ്മൾ കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെല്ല് ഡെഡായി പോകും. കാരണം അതിനകത്തുള്ള റിഡോക്സ് റിയാക്ഷൻ കഴിയുന്നതോടുകൂടി the cell becomes dead. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കതിനെ റീചാർജ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. They cannot be recharged and reused. അപ്പോൾ പ്രൈമറി സെൽസിൻ്റെ പ്രത്യേകത അതാണ്. റിഡോക്സ് റിയാക്ഷൻ will take place only once. The cell becomes dead after a period of time. They cannot be recharged and reused. ആ തരത്തിൽപ്പെടുന്ന ബാറ്ററികളെയാണ് നമ്മൾ പ്രൈമറി ബാറ്ററീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറി ബാറ്ററീസിൻ്റെ 2 എക്സാമ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് എ ഡ്രൈ സെൽ. ഡ്രൈ സെല്ലാണ്. ആ ഡ്രൈ സെല്ലിൻ്റെ ഒരു റഫായിട്ടുള്ളൊരു ഡയഗ്രാം ഞാനിവിടെ വരയ്ക്കാം. ഇത് നിങ്ങളുടെ നോട്ടിൽ ഞാൻ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട്. ദിസ് ഈസ് എ ഡ്രൈ സെൽ. This is the picture of a dry cell. റഫായിട്ടുള്ള ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. സോ ദിസ് ഈസ് യുവർ ഡ്രൈ സെൽ. ഇത് നിങ്ങൾ സാധാരണ നമ്മളുടെ ക്ലോക്കുകൾ, നമ്മളുടെ ട്രാൻസിസ്റ്റർ റേഡിയോയിൽ അതിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബാറ്ററികളാണ്. They are known as dry cells. Now this is actually a compact version of Leclanche cell. നിങ്ങൾ ഫിസിക്സിൽ ലെക്ലാഞ്ചെ സെൽ പഠിക്കുന്നുണ്ട്. ആ ലെക്ലാഞ്ചെ സെല്ലിൻ്റെ ഒരു കോമ്പാക്ട് വേർഷൻ ആണ് നമ്മൾ ഈ പറയുന്ന ഡ്രൈ സെൽ. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ സെല്ലിന് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ് ഹാസ് എ സിങ്ക് കണ്ടെയ്നർ. ഇതാണ് സിങ്ക് കണ്ടെയ്നർ. ദിസ് ഈസ് യുവർ സിങ്ക് കണ്ടെയ്നർ. ദിസ് സിങ്ക് കണ്ടെയ്നർ ആക്ട്സ് ആസ് യുവർ ആനോഡ്, അതല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ ഉള്ളിൽ കാണുന്ന ഈ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള കണ്ടെയ്നർ ഇസ് മെയ്ഡ് ഓഫ് സിങ്ക്. ഇറ്റ് ആക്ട്സ് ആസ് യുവർ ആനോഡ് ഓർ യുവർ നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ നിങ്ങൾ ഈ നടുവിൽ കാണുന്നത് the thing that is placed at the center
is a graphite rod. Graphite is carbon, which is placed at the center. It acts as your cathode or your positive electrode. So cathode or positive electrode is made of graphite. Graphite rod that is placed at the center acts as the cathode. Now the space between anode and cathode is filled with paste of ammonium chloride and zinc chloride. A paste of ammonium chloride and zinc chloride which is placed between the anode and cathode. ഇതാണ് നിങ്ങളുടെ electrolyte എന്ന് പറയുന്നത്. പിന്നെ ഈ graphite റോഡിന്റെ ചുറ്റുമുള്ള സ്ഥലത്ത് you have a mixture of manganese dioxide and carbon. That is, the graphite rod is surrounded by powdered manganese dioxide and carbon. അതിന്റെ യഥാർത്ഥ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഡീപോളറൈസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിനുശേഷം നമ്മൾ ഈ graphite rod is fitted with a metallic cap. It has a metallic cap and it is sealed at the top with a pitch. അത് സീൽ ചെയ്തിട്ടുണ്ട്. pitch covering ഉപയോഗിച്ച് it is sealed at the top. നോക്കൂ, ഈ zinc കവറിന് zinc കണ്ടെയ്നറിന് പുറത്ത് ഒരു cardboard covering ഉണ്ട്. It has a cardboard covering to protect it from the atmosphere. Zinc container has a cardboard covering which protects it from the atmosphere. So it consists of a cylindrical zinc container which acts as the anode or a negative electrode. A graphite rod that's placed at the center acts as the cathode or a positive electrode. The space between anode and cathode is filled with the paste of ammonium chloride and zinc chloride, which is your electrolyte. This graphite rod is surrounded by powdered manganese dioxide and carbon, which is a depolarizer. Now this graphite rod is fitted with a metallic cap and it is sealed at the top with a pitch. Now the zinc container has a cardboard covering which protects it from the atmosphere. ഇപ്പോൾ നമ്മുടെ പുതിയതായിട്ടുള്ള ലീക്ക് പ്രൂഫ് ബാറ്ററികളിലൊക്കെ ഈ കാർഡ്ബോർഡ് കവറിങ്ങിന് പകരം യു ഹാവ് എ സ്റ്റീൽ കവറൊക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയ ടൈപ്പ് ബാറ്ററീസിലൊക്കെ അതാണുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ആനോഡിലുള്ള റിയാക്ഷൻ എന്താണെന്ന് പറയാം. ആനോഡിൽ സിങ്ക് അണ്ടർഗോസ് ഓക്സിഡേഷൻ ഫോമിങ് Zn2+. ആനോഡിൽ സിങ്ക് ഓക്സിഡൈസ് ചെയ്തിട്ട് Zn2+ ആയി മാറുന്നു. And at the cathode manganese dioxide will undergo reduction in presence of ammonium ion. Ammonium ion electrolyte is ഉണ്ടാവുന്നതാണ്. So manganese dioxide undergoes reduction to form MnOOH. This is manganese oxide hydroxide plus ammonium. ഇത് ബാലൻസ് ചെയ്തിട്ടില്ല. ഇവിടെ രണ്ട് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഇക്വേഷനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങൾ സെൽ റിയാക്ഷൻ എഴുതാൻ. സോ ദിസ് ഇസ് എ റിയാക്ഷൻ അറ്റ് ദി കാഥോഡ്. മാംഗനീസ് ഡയോക്സൈഡിന്റെ റിഡക്ഷൻ ടു മാംഗനീസ് ഓക്സൈഡ് ഹൈഡ്രോക്സൈഡ്. നമുക്ക് ഇവിടെ ഈ അമോണിയ ഉണ്ടാവുന്നുണ്ട്. സോ അമോണിയ ഒരു ഗ്യാസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ അമോണിയ ഗ്യാസ് സെല്ലിനകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് പ്രഷറിനെ കൊണ്ട് അത് ബേസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിസ് അമോണിയ വിൽ കമ്പൈൻ വിത്ത് Zn2+. ആ സിങ്ക് ക്ലോറൈഡിൽ നിന്നുണ്ടാവുന്ന പിന്നെ അമോണിയം ഈ നമ്മൾ എന്താ പറയുക പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിങ്ക് ക്ലോറൈഡ് ആയിട്ട് അമോണിയ റിയാക്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ ഫോം എ കോംപ്ലെക്സ് ZnNH3 4 times the whole 2+. ഇവിടെ കോംപ്ലക്സിന് മൊത്തം ഫോമിൽ എഴുതിയിട്ടില്ല. സിങ്ക് അയോൺസ് ആയിട്ട് അമോണിയ റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് there will be no free ammonia gas. അപ്പോൾ അമോണിയ കമ്പൈൻഡ് ഫോമിലോട്ട് മാറും. അമോണിയ ഗ്യാസ് is converted into this complex. അപ്പോൾ നമുക്ക് സെല്ലിന്റെ വോൾട്ടേജ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഇസ് ബിറ്റ്വീൻ 1.2 to 1.5 വോൾട്ട് ആണ്. ഒരു വേരിയബിൾ വോൾട്ടേജ് ആണ്. ആ റേഞ്ചിലാണ് അതിൻ്റെ വോൾട്ടേജ് ഉള്ളത്. 1.2 to 1.5 ആ വോൾട്ടേജിൻ്റെ റേഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ സെല്ലിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സെൽ ബിക്കംസ് ഡെഡ് ആഫ്റ്റർ സം ടൈം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അമോണിയം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനം ഒരു അസിഡിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അത് ആ സിങ്ക് കണ്ടെയ്നറിനെ കൊറോഡ് വെച്ച് ഡിസ്ട്രോയ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ കോസ് ലീക്കേജ്. ബാറ്ററി ലീക്ക് ചെയ്യും. നിങ്ങൾക്കറിയാം കുറച്ചു കാലം ഈ ബാറ്ററിയൊക്കെ നിങ്ങൾ എടുത്തു വെച്ചാൽ അത് ലീക്ക് ചെയ്യും. ആ ലീക്ക് ചെയ്യാനുള്ള കാരണം അതാണ്. ഈ അസിഡിക് ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡ് ആ സിങ്ക് കണ്ടെയ്നറിനെ കൊറോഡ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ട്രാൻസിസ്റ്റർ റേഡിയോസിൽ നമ്മളുടെ ക്ലോക്കുകളിലൊക്കെയാണ് ഈ ടൈപ്പ് ഡ്രൈ സെല്ല് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ദാറ്റ്സ് എ ഫസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ പ്രൈമറി സെൽ. ഇനി നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, which is called a mercury cell. Mercury cell.
ഈ മെർക്യൂറി സെൽ എന്ന് പറയുന്നത് ബട്ടൺ സെൽ എന്ന ഓമന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു സെല്ലാണ് മെർക്യൂറി സെൽ. നിങ്ങൾ ഇപ്പം കാണാൻ നമ്മളെ വാച്ചിനകത്തൊക്കെ നിങ്ങൾ കാണാൻ പറ്റും, അതല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ബട്ടൺ പോലെയുള്ള ഒരു സെല്ലാണ്. ഇറ്റ്സ് കോൾഡ് മെർക്യൂറി സെൽ. അപ്പോൾ ഇറ്റ്സ് യൂസ്ഡ് ഇൻ ലോ കറണ്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോ കറണ്ട് കൺസെപ്ഷനുള്ള അല്ലെങ്കിൽ ലോ കറണ്ട് ആവശ്യമുള്ള ഡിവൈസുകളായ ഹിയറിംഗ് എയ്ഡ്സ്, നമ്മൾ ചെവിയിൽ കേൾവിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ നമ്മൾ വാച്ചിനകത്തൊക്കെ കാണുന്ന ബട്ടൺ സെൽ ഈസ് നോൺ ആസ് എ മെർക്യൂറി സെൽ. ഓക്കെ, അപ്പോൾ മെർക്യൂറി സെല്ലിൻ്റെ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് അമാൽഗമാണ്. സിങ്ക് മിക്സ്ഡ് വിത്ത് മെർക്യൂറി, അതാണ് അതിൻ്റെ ആനോഡ്. അതിൻ്റെ കാഥോഡ് ഇസ് എ പേസ്റ്റ് ഓഫ് മെർക്യൂറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ, അതാണ് അതിൻ്റെ കാഥോഡ്. So your electrolyte is again a paste of KOH and zinc oxide. നോക്കൂ, നിങ്ങളുടെ നോട്ടിനകത്ത് എനിക്ക് തോന്നുന്നത് ഞാൻ KOH മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതിൻ്റെ കൂടെ സിങ്ക് ഓക്സൈഡിന് കൂടി എഴുതി ചേർക്കുക കേട്ടോ. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഇസ് എ പേസ്റ്റ് ഓഫ് KOH ആൻഡ് സിങ്ക് ഓക്സൈഡ്. അപ്പോൾ നോട്ടിൽ KOH മാത്രമേ എഴുതിയിട്ടുള്ളൂ തോന്നുന്നു, അതിൻ്റെ കൂടെ സിങ്ക് ഓക്സൈഡിന് കൂടി എഴുതി ചേർക്കും. അപ്പോൾ ഇതാണ് ആ സെല്ലിലെ കോൺസ്റ്റിറ്റ്യൂവൻസ്. ആനോഡ് ഇസ് സിങ്ക് മെർക്യൂറി അമാൽഗമാണ്. പേസ്റ്റ് ഓഫ് മെർക്യൂറിക് ഓക്സൈഡ് കാർബൺ ആണ് അതിൻ്റെ കാഥോഡ്. KOHും സിങ്ക് ഓക്സൈഡുള്ള പേസ്റ്റ് ആണ് ഇതിനകത്തുള്ള ഇലക്ട്രോലൈറ്റ്. സോറി. അപ്പോൾ ഇനി ഇതിലുള്ള ആനോഡ് റിയാക്ഷൻ നോക്കൂ. ആനോഡിൽ സിങ്കിൻ്റെ ഓക്സിഡേഷൻ നടക്കുന്നു. സിങ്ക് ഓക്സിഡൈസ് ചെയ്തിട്ട് സിങ്ക് ഓക്സൈഡായി മാറുന്നു. ഈ OH മൈനസ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് എന്ന് വരുന്നതാണ്. ഹൈഡ്രോക്സൈഡ് അയോൺസിന്റെ പ്രസൻസിൽ സിങ്ക് ഓക്സിഡൈസ് ചെയ്ത് സിങ്ക് ഓക്സൈഡായി മാറും. കാഥോഡിൽ മെർക്യൂറിക് ഓക്സൈഡ് റെഡ്യൂസ് ചെയ്തിട്ട് മെർക്യൂറിയായി മാറും. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ റിയാക്ഷൻ നോക്കൂ. ടോട്ടൽ റിയാക്ഷൻ എന്താണ്? Zn മെർക്യൂറി പ്ലസ് HgO giving ZnO plus mercury. നോക്കൂ, ഈ സെല്ലിന്റെ നെറ്റ് റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അയോണുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സെല്ലിന്റെ വോൾട്ടേജ് ഒരു കോൺസ്റ്റന്റ് ആണ്, 1.35 വോൾട്ട് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് ടൈം. ഈ സെല്ല് നിങ്ങൾ എത്ര കാലത്തോളം ഉപയോഗിച്ചാലും അതിൻ്റെ വോൾട്ടേജ് ഇസ് എ കോൺസ്റ്റന്റ് വിച്ച് ഇസ് 1.35 വോൾട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സെൽ റിയാക്ഷൻ ഡസ് നോട്ട് ഇൻവോൾവ് എനി അയോൺസ് ഹൂസ് കോൺസെൻട്രേഷൻ മൈ ചേഞ്ച്. നോക്കൂ, നിങ്ങൾ അയോൺസ് ഉണ്ടെങ്കിൽ അയോൺ കോൺസെൻട്രേഷൻ മാറിക്കഴിഞ്ഞാലാണ് നമ്മളുടെ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ മാറുന്നത്, വോൾട്ടേജിൽ മാറ്റം ഉണ്ടാകും. ഇവിടെ അയോൺസ് ഒന്നുമില്ല, അതുകൊണ്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ കമേഴ്ഷ്യൽ ബാറ്ററീസിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഇസ് കോൾഡ് എ സെക്കൻഡറി ബാറ്ററി. ഈ സെക്കൻഡറി ബാറ്ററികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെ നമുക്ക് റീചാർജ് ചെയ്യാം. പുറത്തുനിന്ന് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് ദേ ക്യാൻ ബി റീചാർജ് ബൈ പാസിങ് ഇലക്ട്രിസിറ്റി ത്രൂ ദ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഇലക്ട്രിസിറ്റി കടത്തി വിട്ടിട്ട് നമുക്ക് ഇവരെ റീചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സെല്ലുകളെയാണ് നമ്മൾ സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. ദേ ക്യാൻ ബി റീചാർജ് ആൻഡ് റീയൂസ്. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ ഒന്നിലേറെ തവണ നടക്കുന്നുണ്ട് ഇത്തരം സെല്ലുകളിൽ. അപ്പോൾ ഇതിൻ്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത് example is a lead storage battery. അതല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരുണ്ട്. ഇറ്റ്സ് കോൾഡ് എ lead accumulator. ഇത് നിങ്ങൾ വളരെ കോമൺ ആയിട്ട് നമ്മളുടെ ഇൻവേർട്ടറുകളിൽ, നമ്മളുടെ കാറുകളിൽ അതിലൊക്കെ ഉപയോഗിക്കുന്ന ആ ബാറ്ററിയാണ് നമ്മൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററി അല്ലെങ്കിൽ ലെഡ് അക്യൂമുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആനോഡ് എന്ന് പറയുന്നത് ലെഡ് ആണ്. ആൻഡ് യുവർ കാഥോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാക്ഡ് വിത്ത് PbO2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വയർ മെഷ് പോലെയുള്ള സാധനത്തിനെയാണ് നമ്മൾ ഗ്രിഡ് എന്ന് പറയുന്നത്. ലെഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഗ്രിഡ് ഉണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ ലെഡ് ഡയോക്സൈഡ് പാക്ക് ചെയ്തിട്ടുള്ള ഒരു കാഥോഡാണ് നിങ്ങൾക്കുള്ളത്. പിന്നെ ഇതിൻ്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ്. ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റ് എന്താണെന്ന്. ഇതിൻ്റെ ഇലക്ട്രോലൈറ്റ് ഇസ് 38% സൾഫ്യൂറിക് ആസിഡ് ആണ്. അതിൻ്റെ ഡെൻസിറ്റി 1.30 gram per centimeter cube ആണ്. ഇത്രയും ഡെൻസിറ്റി ഉള്ള സൾഫ്യൂറിക് ആസിഡ് അല്ലെങ്കിൽ 38% സൾഫ്യൂറിക് ആസിഡ് ആണ് നമ്മൾ ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ യു ഹാവ് എ ലെഡ് ആനോഡ്, യു ഹാവ് എ ഗ്രിഡ് ഓഫ് ലെഡ് packed with lead dioxide as your cathode and 38% of sulfuric acid with density 1.30 gram per centimeter cube ആണ് ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക്
കുറേ ആനോഡുകൾ, കുറേ പിന്നെ ഇങ്ങനെയുള്ള കുറേ സെല്ലുകളുണ്ട്. ഒരു ആനോഡ്, ഒരു കാഥോഡ്, ഒരു ആനോഡ്, ഒരു കാഥോഡ്, അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ്. ദിസ് ഇസ് യുവർ കാഥോഡാണ്. പോസിറ്റീവ് ഇസ് യുവർ കാഥോഡ്. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എഴുതുന്നതുകൊണ്ട് അങ്ങനെ എഴുതിയതാണ്. ദിസ് ഇസ് യുവർ കാഥോഡ്, ദിസ് ഇസ് യുവർ. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സെല്ലുകളിലെ ആനോഡുകളെയൊക്കെ ഒന്നിച്ച് കണക്ട് ചെയ്യും. ആനോഡുകളെ ഒന്നിച്ച് കണക്ട് ചെയ്യും, കാഥോഡുകളെയൊക്കെ ഒന്നിച്ച് കണക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ. കുറേ പിന്നെ സെല്ലുകളുണ്ട്, കുറേ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ സീരീസിൽ കണക്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ ആനോഡുകളെയൊക്കെ ഒന്നിച്ച് കണക്ട് ചെയ്യും, കാഥോഡുകളെയൊക്കെ ഒന്നിച്ച് കണക്ട് ചെയ്യും. ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ് 2 വോൾട്ടാണ്. ബട്ട് നെറ്റ് വോൾട്ടേജ് 12 വോൾട്ടാണ്. അങ്ങനെയുള്ള 6 എണ്ണമുണ്ട്. ടോട്ടൽ വോൾട്ടേജ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 12 വോൾട്ടാണ്. അപ്പോൾ ഇതിനകത്തുള്ള റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ആനോഡിന് ലെഡ് ഓക്സിഡൈസ് ചെയ്യുന്നു. ലെഡ് ഓക്സിഡൈസസ് forming lead sulfate. This sulfate ion is formed from electrolyte sulfuric acid. So lead undergoes oxidation to lead sulfate at the anode. Now cathode PbO2 undergoes reduction. That reduce it again lead sulfate is formed. അപ്പോൾ നോക്കൂ, ആനോഡിലെയും കാഥോഡിലെയും രണ്ടിലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലെഡ് സൾഫേറ്റ് ആണ്. ആനോഡിൽ ലെഡ് ഓക്സിഡൈസ് ചെയ്തിട്ട് ലെഡ് സൾഫേറ്റ് ആയി മാറുന്നു. കാഥോഡിൽ ലെഡ് ഡയോക്സൈഡ് റെഡ്യൂസ് ചെയ്തിട്ട് ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറുന്നു. ഇനി നിങ്ങളുടെ സെല്ലിനെ നമുക്ക് റീചാർജ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതിൻ്റെ ചാർജ് മൊത്തം പോയി, നമ്മൾ പുറത്ത് കറണ്ട് കുത്തിയിട്ട് നമ്മൾ അതിനെ റീചാർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ആനോഡിലും കാഥോഡിലുമുള്ള ലെഡ് സൾഫേറ്റ് എന്തായിട്ട് മാറും? വീണ്ടും ലെഡും ലെഡ് ഡയോക്സൈഡുമായിട്ട് മാറും. അതായത് സെൽ റിയാക്ഷൻസ് ഒക്കെ റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് റിയാക്ഷൻസ് നടന്നിട്ട് ആനോഡിലും കാഥോഡിലുമുള്ള ലെഡും ലെഡ് ഡയോക്സൈഡായിട്ട് തിരിച്ച് ലെഡും ലെഡ് ഡയോക്സൈഡുമായിട്ട് മാറുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ദ ഫസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ സെക്കൻഡറി സെൽ. ഇറ്റ്സ് കോൾഡ് എ ലെഡ് അക്യുമുലേറ്റർ അല്ലെങ്കിൽ ഇറ്റ്സ് കോൾഡ് എ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് എക്സാമ്പിൾ കൂടി ഉണ്ട്. സെക്കൻഡറി സെല്ലിൻ്റെ ഒരു സെക്കൻഡ് എക്സാമ്പിൾ കൂടി ഉണ്ട്. അതിൻ്റെ പേരാണ് നിക്കൽ കാഡ്മിയം സെൽ. ഇറ്റ്സ് കോൾഡ് a nickel cadmium cell. അതിൻ്റെ ഷോർട്ട് ഫോം നിക്കാഡ് സെല്ലാണ്. ഇറ്റ്സ് കോൾഡ് നിക്കലും കാഡ്മിയം കൂടി ചേർന്നതാണ് നിക്കാഡ് സെൽസ്. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാമറകളിൽ ഉപയോഗിക്കും, ഫ്ലാഷ് ലൈറ്റിൽ ഉപയോഗിക്കും, എമർജൻസി ലൈറ്റുകളിൽ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സെല്ലാണ് നിക്കൽ കാഡ്മിയം. കോമ്പാക്ട്നെസ് കൂടുമ്പോൾ വില കൂടും കേട്ടോ. സോ ഇറ്റ്സ് എക്സ്പെൻസീവ് as well as a compact cell. സോ ഇതിൻ്റെ ആനോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ കാഡ്മിയം ആനോഡ്. യുവർ കാഥോഡ് ഇസ് NiO2, nickel 4 oxide ആണ്, nickel 4 oxide ആണ്. And your electrolyte is KOH. electrolyte KOH ആണ്. ഇതിൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇതിൻ്റെ ആകെ സെൽ റിയാക്ഷനെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. The total reaction is cadmium plus NiOH thrice giving cadmium oxide, nickel hydroxide plus water. This is a net reaction. This is nickel oxide hydroxide ആണ്. അത് nickel hydroxide ആയി മാറും. വാട്ടർ ഉണ്ടാവും, കാഡ്മിയം ഓക്സൈഡ് ഉണ്ടാവും. സോ ദാറ്റ്സ് യുവർ നെറ്റ് സെൽ റിയാക്ഷൻ. ഈ സെല്ലിൻ്റെ വോൾട്ടേജ് 1.4 വോൾട്ട് ആണ്. ദിസ് സെൽ പ്രൊവൈഡ്സ് എ വോൾട്ടേജ് ഓഫ് 1.4 വോൾട്ട്. അപ്പോൾ നമ്മൾ കമേഴ്ഷ്യൽ ബാറ്ററീസിൻ്റെ 2 കാറ്റഗറീസ് ആണ് പറഞ്ഞത്, പ്രൈമറി സെക്കൻഡറി ബാറ്ററീസ്. പരീക്ഷയ്ക്ക് നിങ്ങളോട് പ്രൈമറി സെക്കൻഡറി ബാറ്ററീസിൻ്റെ വ്യത്യാസം ചോദിക്കും. പ്രൈമറി ബാറ്ററി നിങ്ങൾക്ക് റിഡോക്സ് റിയാക്ഷൻ ഒറ്റ പ്രാവശ്യം നടക്കും, മറ്റേത് ഒന്നിൽ കൂടുതൽ തവണ നടക്കും. ഈ സെല്ലിൻ്റെ കേസിൽ സെല്ല് കുറച്ച് കഴിഞ്ഞാൽ ഡെഡ് ആവും. അങ്ങനെ ഡെഡ് ആവുന്നില്ല. പിന്നെ രണ്ടാമത് പ്രൈമറി സെല്ലിന് മൂന്നാമത്തെ ഒരു പ്രത്യേകത, റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. മറ്റേ നമുക്ക് റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാം. പ്രൈമറി സെൽസിൻ്റെ 2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഡ്രൈ സെല്ലും മെർക്യൂറി സെല്ലും. സെക്കൻഡറി സെല്ലിൻ്റെ 2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആൻഡ് നിക്കൽ കാഡ്മിയം ബാറ്ററി. നമ്മൾ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ പവർ ജനറേഷന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് തെർമൽ പവർ പ്ലാന്റുകളെയാണ്. ഈ തെർമൽ പവർ പ്ലാന്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോസിൽ ഫ്യൂവലുകളാണ്. ഫോസിൽ ഫ്യൂവൽ നിങ്ങൾക്കറിയാം, കോൾ പോലെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തെർമൽ പവർ പ്ലാന്റ്സിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോസിൽ ഫ്യൂവലുകളെ നമ്മൾ കത്തിക്കും. ആ ഫോസിൽ ഫ്യൂവലിൻ്റെ എനർജി വെച്ചിട്ട് നമ്മൾ വെള്ളത്തിനെ ഹൈ പ്രഷർ സ്റ്റീം ആക്കി മാറ്റും. വാട്ടർ ഈസ് ഇനീഷ്യലി കൺവേർട്ടഡ് ടു ഹൈ പ്രഷർ സ്റ്റീം
യൂസിങ് ഫോസിൽ ഫ്യൂവൽ കത്തിച്ചിട്ട് വെള്ളത്തിനെ ഹൈ പ്രഷർ സ്റ്റീം ആക്കി മാറ്റും. ഈ സ്റ്റീം ഉപയോഗിച്ചിട്ട് നമ്മൾ വലിയ ടർബൈൻസിനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് തെർമൽ പവർ പ്ലാന്റുകളിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് രണ്ട് ഡിസഡ്വാൻറ്റേജസ് ആണുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇത് പൊല്യൂഷൻ കോസ് ചെയ്യും. നമുക്കറിയാം ഫോസിൽ ഫ്യൂവൽ കത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസുകൾ, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ പുറത്തോട്ട് വരും. സോ ദ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ദിസ് വിൽ കോസ് പൊല്യൂഷൻ. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഇതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ്. സോ ഇത് ഈ കാരണങ്ങൾ അല്ലെങ്കിൽ ഈ കുഴപ്പങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ ടൈപ്പ് സെല്ലുകളാണ് നമ്മൾ ഈ പറയുന്ന ഫ്യൂവൽ സെല്ലുകളാണ്. അപ്പോൾ ഫ്യൂവൽ സെല്ല് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. അത് പ്രൈമറിയിലും പെടുത്താൻ പറ്റില്ല, സെക്കൻഡറിയിലും പെടുത്താൻ പറ്റില്ല. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളാണ്. അതിൻ്റെ പേരാണ് ഫ്യൂവൽ സെൽ. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ഈ ഫ്യൂവൽ സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം സെല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്യൂവൽ കമ്പഷൻ വഴി ഉണ്ടാകുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസുകളാണ് ഫ്യൂവൽ സെൽസ്. These are the cells which convert chemical energy produced by combustion of fuels into electrical energy. നമ്മൾ ഫ്യൂവൽസ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് ഫ്യൂവൽ സെൽസ്. ഈ ഫ്യൂവൽ സെൽസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ അനുസരിച്ച് പല ടൈപ്പ് ഓഫ് ഫ്യൂവൽ സെൽസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. ഇതിനൊരു പേരുണ്ട്, ബീക്കൺ സെൽ എന്നൊരു പേര് കൂടി ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഈ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെൽ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഫ്യൂവൽ സെല്ലിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഫ്യൂവൽ സെല്ലിൻ്റെ ഒരു ഡയഗ്രമാണ്. ദിസ് ഇസ് എ ഡയഗ്രം ഓഫ് എ ഫ്യൂവൽ സെൽ. വളരെ എളുപ്പത്തിൽ വരയ്ക്കാവുന്ന ഒരു ഡയഗ്രമാണ് ഫ്യൂവൽ സെല്ലിനുള്ളത്. നമുക്ക് ഈ കാണുന്ന രണ്ട് റോഡുകൾ, ദീസ് ആർ ടു ഗ്രഫൈറ്റ് റോഡ്സ് വിച്ച് ആക്ട് ആസ് യുവർ ആനോഡ് ആൻഡ് കാഥോഡ്. ഈ ഗ്രഫൈറ്റ് റോഡ്സിനൊരു പ്രത്യേകതയുണ്ട്, അത് പോറസ് ആണ്. പോറസ് എന്ന് പറഞ്ഞാൽ ഹോൾസ് ഉള്ളതാണ്. അപ്പോൾ പോറസ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് റോഡുകളാണ് നിങ്ങളുടെ ആനോഡ് ആൻഡ് കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദീസ് പോറസ് ഇലക്ട്രോഡ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് വിത്ത് എ സൂട്ടബിൾ കാറ്റലിസ്റ്റ് ലൈക്ക് പ്ലാറ്റിനം പോലെയുള്ള ഒരു കാറ്റലിസ്റ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പോറസ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകളാണ് ഫ്യൂവൽ സെല്ലിനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രോഡുകൾക്കിടയിലുള്ള ഈ സെൻട്രൽ കമ്പാർട്ട്മെന്റിൽ യു ഹാവ് എൻ ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് KOH ആവാം, അതല്ലെങ്കിൽ യു കൻ ഈവൻ യൂസ് NaOH. രണ്ടെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ദാറ്റ്സ് യുവർ ഇലക്ട്രോലൈറ്റ്. സോ ഈ ആനോഡിന്റെയും കാഥോഡിന്റെയും ഇടയിലുള്ള സ്പേസിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് നിറച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് ഇൻലെറ്റ്സ് കാണാം. ഒന്നിലൂടെ നമ്മൾ ഹൈഡ്രജൻ ബബിൾ ചെയ്യും, രണ്ടാമത്തേലൂടെ നമ്മൾ ഓക്സിജൻ ബബിൾ ചെയ്യും. സോ ഫ്യൂവൽ സെല്ലിന്റെ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു പോറസ് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് റോഡ്സ് വിത്ത് എ സൂട്ടബിൾ catalyst like platinum incorporated in it. The space between the electrode is filled with concentrated aqueous KOH or NaOH, which is your electrolyte. Hydrogen and oxygen gases are constantly bubbled into the cell. അപ്പോൾ ഈ ഗ്യാസുകൾ ബബിൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഗ്യാസുകൾ ഈ ഇൻലെറ്റിലൂടെ കടന്നിട്ട് ഈ ഇതിനകത്തുള്ള പോഴ്സിലൂടെ സെൻട്രൽ കമ്പാർട്ട്മെന്റിലെത്തും, ആ നടുവിലുള്ള കമ്പാർട്ട്മെന്റിലെത്തും. അപ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നോക്കും. ആനോഡിൽ hydrogen undergoes oxidation. Hydrogen undergoes oxidation forming water. ആനോഡിൽ ഓക്സിഡേഷൻ നടന്നിട്ട് വെള്ളം ഉണ്ടാകും. കാഥോഡിലുള്ള റിയാക്ഷൻ നോക്കൂ. കാഥോഡിൽ ഓക്സിജൻ undergoes reduction. Oxygen undergoes reduction forming OH minus. നമുക്ക് ആനോഡിൽ ഹൈഡ്രജൻ ഓക്സിഡൈസ് ചെയ്ത് വെള്ളം ഉണ്ടാവും, കാഥോഡിൽ ഓക്സിജന്റെ റിഡക്ഷൻ നടക്കുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ യുവർ നെറ്റ് റിയാക്ഷൻ ഇസ് 2H2 plus O2 giving water. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വെള്ളം ഉണ്ടാകുന്നതാണ് ഫ്യൂവൽ സെല്ലിന്റെ ടോട്ടൽ റിയാക്ഷൻ. അപ്പോൾ ഫ്യൂവൽ സെല്ലുകളുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വാട്ടർ ഉണ്ടാകുന്നതാണ് നെറ്റ് റിയാക്ഷൻ. അപ്പോൾ ഈ ഫ്യൂവൽ സെല്ലിന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് പൊല്യൂഷൻ ഫ്രീ ആണ്. പൊല്യൂഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിക്കുന്നത് രണ്ടും പൊല്യൂട്ടൻസ് അല്ല. ഇത് റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന വെള്ളം പൊല്യൂട്ടൻ്റ് അല്ല. സോ ഇറ്റ്സ് പൊല്യൂഷൻ ഫ്രീ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിന് വളരെയധികം ഹൈ എഫിഷ്യൻസി ഉണ്ട്. ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 70% എഫിഷ്യൻസി ഉണ്ട്.
നമ്മളുടെ thermal power plants-ന് ആകെ 40% എഫിഷ്യൻസിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ യു ഹാവ് 70% എഫിഷ്യൻസിയാണ്. പവർ ജനറേഷന് 70% എഫിഷ്യൻസി ഉണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് ലോങ് ലൈഫാണ്. നിങ്ങൾ എത്ര കാലത്തോളം ഹൈഡ്രജനും ഓക്സിജൻ കൊടുക്കുന്നുവോ അത്ര കാലത്തോളം സെല്ല് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നോക്കൂ, നിങ്ങൾ ഈ അപ്പോളോ സ്പേസ് പ്രോഗ്രാം എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ മൂണിലേക്കൊക്കെ പോയിട്ടുള്ള സ്പേസ് പ്രോഗ്രാമാണ് അപ്പോളോ സ്പേസ് പ്രോഗ്രാം. അതിനകത്ത് നമ്മൾ പവർ ജനറേഷന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്യൂവൽ സെൽസ് വെർ യൂസ് ഫോർ പവർ ജനറേഷൻ. അപ്പം ഇത്തരം ഫ്യൂവൽ സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പവർ ജനറേഷൻ മാത്രമല്ല, ആസ്ട്രോനോട്ട്സിന് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാകുന്നുണ്ട്. ബിക്കോസ് വാട്ടർ ഇസ് വൺ ഓഫ് യുവർ പ്രോഡക്ട്സ്. ഇതിൻ്റെ ഫ്യൂവൽ സെല്ലിലെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ വെള്ളമാണ് പ്രോഡക്റ്റ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് വാട്ടർ ടു ആസ്ട്രോനോട്ട്സ്. പിന്നെ ഇതിന് കുഴപ്പങ്ങളുണ്ട്. കുഴപ്പങ്ങളെന്ന് പറയാൻ ഒന്നാമത്തെ കാര്യം ഇത് എക്സ്പെൻസീവ് ആണ്. കാരണം നമ്മൾ പ്ലാറ്റിനം പോലെയുള്ള ഒരു കാറ്റലിസ്റ്റിന് ഉപയോഗിക്കുന്നത് വിച്ച് ഇസ് വെരി എക്സ്പെൻസീവ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം KOH NOH ഒക്കെ ഉപയോഗിക്കുന്നത് ഇലക്ട്രോലൈറ്റുകളാണ്. അത് വളരെ കൊറോസീവാണ്. കൊറോസീവായിട്ടുള്ള ഇലക്ട്രോലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആൻഡ് ദ തേർഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കൂ, നിങ്ങളുടെ ഫ്യൂവലുകൾ ഹൈഡ്രജൻ ഓക്സിജൻ രണ്ടും ഗ്യാസുകളാണ്. നിങ്ങളുടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന ലിക്വിഡാണ്. നിങ്ങളുടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന സോളിഡുകളാണ്. ഇത് മൂന്ന് ഡിഫറെൻറ്റ് ഫേസുകളാണ്. ഒരു ഗേഷ്യസ് ഫേസ്, ഒരു ലിക്വിഡ് ഫേസ്, ഒരു സോളിഡ് ഫേസ്. ഈ മൂന്നെണ്ണത്തിനെയും ഒന്നിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ അതൊക്കെയാണ് ഫ്യൂവൽ സെല്ലിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ബട്ട് അത് നമ്മൾ എഫിഷ്യൻസി വൈസ് നോക്കിയാലും പൊല്യൂഷൻ കൺട്രോൾ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള സെല്ലുകളാണ് ദീസ് ഫ്യൂവൽ സെൽസ്. ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ അറിയണം, ആനോഡ് കാഥോഡ് സെൽ റിയാക്ഷൻ അറിയണം, ഫ്യൂവൽ സെല്ലുകൾ എന്താണ് എന്ന് ചോദിച്ചാലും എഴുതാൻ അറിയണം. നമ്മൾ ഈ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് പറയാൻ പോകുന്നത് കൊറോഷൻ. ഈ കൊറോഷൻ എന്ന് പറയുന്നത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, നമ്മളെ വീട്ടിലെ ജനവാതിലിൻ്റെ കമ്പികൾ തുരുമ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ പാദസരം, നമ്മളെ സിൽവർ ആൻക്ലെറ്റ്സിൻ്റെ ഒക്കെ നിറം മങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്തുള്ള ചെമ്പ് പാത്രങ്ങൾക്കൊക്കെ ഒരു ജാതി പച്ച കളർ ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. ഇതൊക്കെ കൊറോഷൻ്റെ എക്സാമ്പിൾസാണ്. അപ്പോൾ എന്താണ് കൊറോഷൻ? കൊറോഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ്സ് എ സ്ലോ ഡിസ്ട്രക്ഷൻ ഓഫ് എ മെറ്റൽ by the action of moisture and atmospheric gases. Moisture, atmospheric gases. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഗ്യാസുകൾ, വാതകങ്ങൾ, അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം, ഇതിൻ്റെയൊക്കെ പ്രസൻസിൽ ഒരു മെറ്റലിനുണ്ടാകുന്ന നാശം, അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കൊറോഷൻ എന്ന് പറയുന്നത്. ഈ കൊറോഷന് പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഒന്ന് റസ്റ്റിംഗ് ഓഫ് അയൺ ആണ്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, ഇറ്റ്സ് എൻ എക്സാമ്പിൾ. പിന്നെ രണ്ടാമത്തെ കാര്യം ടാർണിഷിംഗ് ഓഫ് സിൽവർ. നമ്മളുടെ സിൽവർ ആയിട്ടുള്ള ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ നിറം മങ്ങിപ്പോവുക, ടാർണിഷിംഗ് ഓഫ് സിൽവർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് കൊറോഷൻ. പിന്നെ മൂന്നാമത്തെ കാര്യം അപ്പിയറൻസ് ഓഫ് ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ, ബ്രോൺസ് എക്സെട്ര. ആ ഗ്രീൻ കോട്ടിങ്ങിനെ നമ്മൾ വെർഡിഗ്രസ് എന്നാണ് പറയുക. ദാറ്റ്സ് എ ടെർമിനോളജി, വെർഡിഗ്രസ് എന്നാണ് പറയുക. അപ്പോൾ പച്ച കളറ് നമ്മൾ പറയും ക്ലാവ് പിടിക്കുക, അതാണ് സാധനം. സോ അപ്പോൾ അങ്ങനെയുള്ള ഗ്രീൻ കളർ അപ്പിയറൻസ്, ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് കൊറോഷൻ. കൊറോഷൻ ആണ് ജനറൽ ടേം. റസ്റ്റിംഗ് ഓഫ് അയൺ, തുരുമ്പിക്കുക എന്ന് പറയുന്നത്, ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സാമ്പിൾ ഓഫ് കൊറോഷൻ. സോ വി ഷൽ എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഓഫ് കൊറോഷൻ ബൈ ടേക്കിംഗ് റസ്റ്റിംഗ് ഓഫ് അയൺ ആസ് എൻ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ആ റസ്റ്റിംഗ് ഓഫ് അയൺ വെച്ചിട്ട് കൊറോഷൻ എന്ന ഫിനോമിനയെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു തിയറി ഉണ്ട്, ഇറ്റ്സ് കോൾഡ് ദ ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് കൊറോഷൻ. ആ തിയറിയുടെ പേരാണ് ഇലക്ട്രോ കെമിക്കൽ തിയറി. അപ്പോൾ ഈ തിയറിയിൽ ഇതിന് ഇലക്ട്രോ കെമിക്കൽ തിയറി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തിയറി assumes that small electrochemical cells are set up on the surface of the metal. ഒരു മെറ്റലിൻ്റെ മേൽഭാഗത്ത് ചെറിയ ചെറിയ ഇലക്ട്രോകെമിക്കൽ സെല്ലുകൾ സെറ്റ് ചെയ്യപ്പെടും. ആ സെല്ലിലൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ഷൻ വഴിയാണ് കൊറോഷൻ സംഭവിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. അപ്പോൾ ഇതിലെന്താ പറയുന്നത്, ഈ തിയറി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, pure portions of the metal acts as the anode. Pure metal. അപ്പോൾ അയണിനകത്ത് പ്യൂർ ആയിട്ടുള്ള ഭാഗങ്ങൾ will act as the anode. The impure portions, impurity ഉള്ള ഭാഗങ്ങൾ, it will act as the cathode. Impure portions will act as the cathode. And electrolyte is moisture containing dissolved carbon dioxide. Moisture containing dissolved carbon dioxide. വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും കൂടി റിയാക്ട് ചെയ്താൽ നിങ്ങൾക്കറിയാം കാർബോണിക് ആസിഡ് ഉണ്ടാവും. അപ്പോൾ കാർബോണിക് ആസിഡ് ആണ് അവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്.
അപ്പോൾ ഈ അയൺ മെറ്റലിൻ്റെ പ്യുവറായിട്ടുള്ള ഭാഗങ്ങൾ ആനോഡായിട്ടും ഇംപ്യുവർ ആയിട്ടുള്ള ഭാഗങ്ങൾ കാഥോഡായിട്ടും അതിനകത്തുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ മോയ്സ്ചർ വരും. മോയ്സ്ചറിനകത്ത് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന കാർബോണിക് ആസിഡാണ് അവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അവിടെയുള്ള റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ഇലക്ട്രോ കെമിക്കൽ സെല്ലിനകത്തുള്ള റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കും. നോക്കൂ, അവിടെ ആനോഡിനകത്ത് iron undergoes oxidation. Fe oxidizes giving Fe2+. Iron oxidize ചെയ്തിട്ട് Fe2+ ആയിട്ട് മാറും. നോക്കൂ, at the cathode oxygen undergoes reduction. To form water. നോക്കൂ, H+ന്റെ പ്രസൻസിലാട്ടോ ഈ റിയാക്ഷൻ നടക്കുന്നത്. ഈ H+ എവിടെ നിന്ന് ഉണ്ടായി ചോദിച്ചാൽ കാർബോണിക് ആസിഡ് വീക്ക് ആസിഡ് ആണെങ്കിൽ പോലും അത് അയണൈസ് ചെയ്താൽ H+ അയോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ H+ന്റെ സാന്നിധ്യത്തിലാണ് ഓക്സിജന്റെ റിഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആനോഡിൽ അയൺ ഓക്സിഡൈസ് ചെയ്ത് Fe2+ ആയി മാറും, കാഥോഡിൽ ഓക്സിജൻ റിഡ്യൂസ് ചെയ്തിട്ട് വെള്ളമായി മാറും. സോ ദിസ് ആർ ദ റിയാക്ഷൻസ് ദാറ്റ് ആർ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദി 2 ഇലക്ട്രോഡ്സ്. പിന്നെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ദിസ് Fe2+ will undergo further oxidation in presence of atmospheric oxygen. ഈ Fe2+ atmospheric oxygen സാന്നിധ്യത്തിൽ വീണ്ടും ഓക്സിഡൈസ്ഡ് ആയിട്ട് ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു Fe3+. ഫെറിക് ഓക്സൈഡ് ആയി മാറും. ഫെറസ് അയൺ ഫെറിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. Fe2+ Fe3+ ആയി മാറും ഇൻ പ്രസൻസ് ഓഫ് atmospheric oxygen. And this ferric oxide undergoes hydration to form hydrated ferric oxide ആയി മാറും. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ഇതിനെയാണ് നമ്മൾ റസ്റ്റ് എന്ന് പറയുന്നത്. വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, വാട്ട് ഇസ് റസ്റ്റ്? റസ്റ്റ് ഇസ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആനോഡിൽ അയൺ ഓക്സിഡൈസ് ചെയ്ത് Fe2+ ആയി മാറുന്നു, കാഥോഡിൽ ഓക്സിജൻ റെഡ്യൂസ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് H+ formed from carbonic acid to form water. Fe2+ is further oxidized to Fe3+ in presence of atmospheric oxygen. Ferric oxide is then hydrated to form hydrated ferric oxide. അതിനെയാണ് നമ്മൾ റസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഈ സീ സൈഡിൽ കടലിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ ഈ റസ്റ്റിംഗ് വളരെ കൂടുതലായിട്ട് നടക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഈ വിൻഡിനകത്ത് മോയ്സ്ചറിനകത്തൊക്കെ ഈ സോഡിയം ക്ലോറൈഡ് ഉണ്ട്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. ഇറ്റ് വിൽ ആക്ട് ആസ് എൻ ഇംപ്യൂരിറ്റി. ഇങ്ങനെയുള്ള ഇംപ്യൂരിറ്റിയുടെ പ്രസൻസ് will increase the rate of corrosion. Corrosion's rate is increased in the presence of impurities. അപ്പോൾ കടൽ തീരങ്ങളിൽ റസ്റ്റിംഗ് ഫാസ്റ്റ് ആവാനുള്ള കാരണം അതിനകത്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ട്. സോഡിയം ക്ലോറൈഡ് ഇസ് എൻ ഇലക്ട്രോലൈറ്റ്. അത് ഈ സെല്ലിനകത്ത് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, അയോണുകൾ കൂടിക്കഴിഞ്ഞാൽ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ഷൻ ഫാസ്റ്റ് ആക്കും. അപ്പോൾ അതുകൊണ്ട് സെൽ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും, കൊറോഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. സോ കൊറോഷൻ ഇസ് ഹാസ്റ്റൻഡ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഇൻക്രീസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇംപ്യൂരിറ്റീസ്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഈ കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇതിനകത്ത് പറയാൻ പോകുന്നത്, പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ. നമ്മൾ പറയാൻ പോകുന്ന ഈ കൊറോഷനെ നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ബാരിയർ പ്രൊട്ടക്ഷൻ. ഈ ബാരിയർ പ്രൊട്ടക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറും മെറ്റലിൻ്റെയും ഇടയിൽ നമ്മളൊരു ബാരിയർ അല്ലെങ്കിൽ തടസ്സം ക്രിയേറ്റ് ചെയ്യുക. ഈ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ ഗ്യാസുകളൊക്കെ ആണല്ലോ കൊറോഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പെയിൻറ്റ് ചെയ്യാം. ദാറ്റ്സ് വൺ വേ. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രീസ്, ഓയിൽ പോലെയുള്ള ലൂബ്രിക്കൻസിനെ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു വേ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. അപ്പം പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കാറുണ്ട് ഗിവ് 3 methods to prevent corrosion. അപ്പോൾ ചിലവർ എഴുതുക പെയിൻറ്റ് ചെയ്യുക, ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യുക, ഗ്രീസ് ചെയ്യുക, ഓയിൽ ചെയ്യുക. അത് 3 എഴുതിയാലും ഒരു മെത്തേഡ് ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആലോചിക്കണം, കാരണം ഇത് 3ഉം ദി കം അണ്ടർ ബാരിയർ പ്രൊട്ടക്ഷൻ. അപ്പോൾ ബാരിയർ പ്രൊട്ടക്ഷനകത്ത് വരുന്ന കാര്യങ്ങൾ പെയിൻറ്റ് ചെയ്യൽ, ഗ്രീസ്, ഓയിൽ ചെയ്യുക, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇതിൽ ഏത് പറഞ്ഞാലും അതൊരു മെത്തേഡേ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാരിയർ പ്രൊട്ടക്ഷനിൽ നിങ്ങൾ ഒരു മെറ്റലിനെ പെയിൻറ്റ് ചെയ്താൽ അറ്റ്മോസ്ഫിയറായിട്ടുള്ള കോൺടാക്ട് ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ ഗ്രീസ് ഓയിൽ അപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നത് വഴി യു ആർ കട്ടിംഗ് ഓഫ് കോൺടാക്ട് വിത്ത് ദി അറ്റ്മോസ്ഫിയറായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കുന്നത് വഴി യു ക്യാൻ പ്രിവെൻറ്റ് കൊറോഷൻ. ദാറ്റ്സ് ഫസ്റ്റ് മെത്തേഡ്. ഇറ്റ്സ് കോൾഡ് ബാരിയർ പ്രൊട്ടക്ഷൻ. ഇനി രണ്ടാമത്തെ മെത്തേഡിൻ്റെ പേര് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ ആണ്. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ.
അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് അയൺ ഓബ്ജക്റ്റ് ആണെങ്കിൽ അയൺ ഓബ്ജക്റ്റ് ഇസ് കോട്ടഡ് വിത്ത് another metal which is more reactive than iron. അയണിനേക്കാളും റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ വെച്ചിട്ട് അയൺ ഓബ്ജക്റ്റിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക, കവർ ചെയ്യും. You have to cover the iron metal with another metal which is more reactive than iron. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പുറമേ ഉള്ളത് റിയാക്റ്റീവ് മെറ്റൽ ആണ്, അത് അറ്റ്മോസ്ഫിയർ ആയിട്ട് വേറെ റിയാക്ട് ചെയ്തുമ്പോൾ ഉള്ളിലുള്ള അയൺ വിൽ ബി പ്രൊട്ടക്റ്റഡ്. So that's called sacrificial. That's why it's called sacrificial protection. Our metal is being destroyed in this course. And അത് സ്വന്തം സാക്രിഫൈസ് ചെയ്തിട്ടാണ് അയണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എന്തൊരു ഉദാത്തമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് നോക്കൂ. സോ ഒരാൾ സ്വന്തം നശിച്ചു പോയാലും മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ സാധാരണ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സിങ്ക് ഉപയോഗിക്കും. You can coat iron objects with zinc. Zinc ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യും because zinc is more reactive than iron. ഇതിൻ്റെ ഒരു പേരുണ്ട്, it's called galvanization. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, coating iron objects with zinc. That's called galvanization. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, അയൺ മെറ്റലിനെ അയണിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു മെറ്റൽ കൊണ്ട് കവർ ചെയ്യുക അല്ലെങ്കിൽ കോട്ട് ചെയ്യുക. അപ്പോൾ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു, ദി അയൺ ഓബ്ജക്റ്റ് ഇസ് ബീങ് പ്രൊട്ടക്റ്റഡ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. The third method is called cathodic protection. It's called cathodic protection. അതല്ലെങ്കിൽ it's called electrical protection. ഈ മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള അയൺ പൈപ്പ് ലൈൻസിനെ, ഭൂമിയുടെ അടിയിൽ കൂടെ പോണ അയൺ പൈപ്പ് ലൈനുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതിപ്പോൾ പൈപ്പ് ലൈൻ ആണെങ്കിൽ ആ പൈപ്പ് ലൈനിനെ നമ്മളൊരു കണ്ടക്ടിങ് വയർ ഉപയോഗിച്ചിട്ട് കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലായിട്ട് കണക്ട് ചെയ്യും. കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലായിട്ട് കണക്ട് ചെയ്യും. സോ നമുക്ക് മെഗ്നീഷ്യം ഉപയോഗിക്കാം, അയോൺ ഉപയോഗിക്കാം, അങ്ങനെയുള്ള റിയാക്റ്റീവ് മെറ്റലായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ ഫോം ചെയ്യും. നിങ്ങൾ കണ്ടക്ഷൻ വയർ ഉണ്ട്, ഒരു റിയാക്റ്റീവ് മെറ്റൽ ഉണ്ട്, ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഉണ്ട്. അപ്പോൾ സാധാരണ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്തായി മാറും, ആനോഡായി മാറിയിട്ട് അത് ഓക്സിഡൈസ് ചെയ്ത് പോകും. ആൻഡ് യുവർ അയൺ കാഥോഡ് is being protected. Iron pipeline protect ചെയ്യും. അപ്പോൾ നമ്മൾ കാഥോഡിക് പ്രൊട്ടക്ഷൻ, ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷന് അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള അയൺ പൈപ്പ് ലൈൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിങ് വയർ ഉപയോഗിച്ച് ഒരു റിയാക്റ്റീവ് മെറ്റലായിട്ട് കണക്ട് ചെയ്യും. റിയാക്റ്റീവ് മെറ്റൽ വിൽ ഫോം ദി ആനോഡ് ആൻഡ് ഇറ്റ് അണ്ടർഗോസ് ഓക്സിഡൈസേഷൻ, thereby protecting the iron cathode. So that's the third method. And the fourth and the final method is known as use of anti-rust solutions. Anti-rust solutions. ഇവിടെ നമ്മൾ ആൻറ്റി റസ്റ്റ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കുന്നത് ഹോട്ട് ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്രോമേറ്റ് അല്ലെങ്കിൽ സോഡിയം ഫോസ്ഫേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഒന്ന് സൊല്യൂഷൻ ആൽക്കലൈൻ ആണ്, ഒന്ന് സോഡിയം ക്രോമേറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ സോഡിയം ഫോസ്ഫേറ്റ് ഉപയോഗിക്കാം. ഇത് നമ്മൾ അയൺ ഓബ്ജക്റ്റിൻ്റെ മേലെ അതിനെ തേച്ച് പിടിപ്പിക്കും, കോട്ടിങ്. So it will react with iron and it forms a protective film of iron chromate അല്ലെങ്കിൽ iron phosphate form ചെയ്യും, thereby preventing rusting. Protective layer of iron chromate അല്ലെങ്കിൽ iron phosphate will be formed on the surface which will prevent corrosion. പിന്നെ ഇവിടെ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഉള്ളത് നിങ്ങളുടെ സൊല്യൂഷൻ ആൽക്കലൈൻ ആണ്. ഈ ആൽക്കലൈൻ ആയതുകൊണ്ട് ഇറ്റ് വിൽ റെഡ്യൂസ് അവൈലബിലിറ്റി ഓഫ് H+ ions. H+ ionsനെ ന്യൂട്രലൈസ് ചെയ്യും. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കാഥോഡിൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ H+ അയോൺസ് വേണം. അപ്പോൾ കൊറോഷനെ ഹേസ്റ്റൻ ചെയ്യണമെങ്കിൽ, കൊറോഷൻ നടക്കണമെങ്കിൽ H+ അയോൺസ് ഉണ്ടാവണം. അപ്പോൾ ആ H+ അയോണുകളുടെ അവൈലബിലിറ്റി കുറയ്ക്കുക വഴിയും ഇത് കൊറോഷനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും. സോ ദാറ്റ്സ് ദ ഫോർത്ത് മെത്തേഡ്, ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ. യു യൂസിങ് ഹോട്ട് ആൽക്കലൈൻ, സോഡിയം ക്രോമേറ്റ് അല്ലെങ്കിൽ സോഡിയം ഫോസ്ഫേറ്റ് ഉപയോഗിക്കും. അതിൻ്റെ മേലെ കോട്ട് ചെയ്യും. ഇറ്റ് വിൽ റിയാക്ട് വിത്ത് അയൺ ഓബ്ജക്ട്സ് forming a protective film of iron chromate അല്ലെങ്കിൽ iron phosphate of chromium. It will also reduce the availability of H+ ions, thereby reducing the rate of corrosion. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഉള്ളത്.